ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മുടെ ഫ്രൂട്ട്സ് ജേണൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സ്ട്രോബെറി ചെയ്തിരുന്നു, അതിന് ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു വന്നത്. അതുകൊണ്ടാണ് ഇനി ഏതാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. അപ്പം കൂടുതൽ കമൻറ്റ് വന്നത് വാട്ടർമെലണും അവകാഡോയും ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ടർമെലൺ തീമിലുള്ള ജേണലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ജേണൽ. ആദ്യം തന്നെ ഒരു വാട്ടർമെലൺ കോമ്പിനേഷനിൽ വരുന്ന ഒരു പാറ്റേൺ പേപ്പറാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യാൻ മീൻസ് കീറി പറിച്ചെടുക്കുന്നത്. പിന്നെ എനിക്കെപ്പോഴും വെറൈറ്റീസ് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഒരു ഫ്രൂട്ട് ജേണൽ എന്നുള്ളൊരു ആശയം മൈൻഡിൽ വന്നത്. അപ്പോൾ എന്തായാലും സക്സസ് ആവുമോ നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ഫ്രൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ഫ്രൂട്ട് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്ന ഫ്രൂട്ട്സ് ആയിരിക്കും നമ്മൾ അടുത്ത ജേണൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ രണ്ടാമത്തെ പാറ്റേൺ പേപ്പറും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബെസ്റ്റ് സപ്പോർട്ടർക്കുള്ള ഗിഫ്റ്റ് നമ്മൾ നേരിട്ട് തന്നെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളൊരുപാട് ഹാപ്പിയാണ്, ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആൾ അഡ്രസ്സ് അയച്ചപ്പോൾ കൊറിയർ അയക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളെ കുറച്ച് പോകാനുള്ളൂ, നമ്മളെ അടുത്ത് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ഇത് ചെയ്യുന്ന മുന്നേ അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പേപ്പേഴ്സൊക്കെ കീറിപ്പോവും. ഞാൻ ജസ്റ്റ് ഗ്ലാസ് പേപ്പറാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വെക്കേണ്ട സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മാച്ചായി സൂട്ടായി പോകുന്ന രൂപത്തിൽ കീറി പറിച്ചങ്ങെടുക്കാം. നിങ്ങളുടെ ഓണം വെക്കേഷനൊക്കെ എങ്ങനെ പോകുന്നു? അടിച്ചു പൊളിക്കല്ലേ എല്ലാവരും? ഓണക്കോടിയൊക്കെ എടുത്തോ? പിന്നെ കുറേ പേര് കമൻ്റ് അയച്ചിരുന്നു ബെസ്റ്റ് സപ്പോർട്ടർക്കുള്ള ഗിഫ്റ്റ് കിട്ടാത്തതിലുള്ള സങ്കടമൊക്കെ. അപ്പോൾ ആരും സങ്കടപ്പെടണ്ട, നമ്മുടെ കൂടെ കൂടിക്കോ, എന്തായാലും ഗിഫ്റ്റ് കിട്ടും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഗിഫ്റ്റ് ഉറപ്പാണ്. ഇത്തവണത്തെ ഗിഫ്റ്റിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു തീമിലുള്ള ജേണൽ സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്നെ പോലെ ചെയ്ത് നോക്കാമല്ലോ. ഇനിതാ നമ്മൾ ആ അറ്റത്തൊക്കെ ജസ്റ്റ് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാട്ടർമെലൺ അല്ലേ, അപ്പോൾ ഫുള്ളായിട്ട് ഒരു റെഡ്, പിങ്ക്, ഗ്രീൻ ആ ഒരു തീമിലാണ് വരുന്നത്. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഗ്രീൻ കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു പിങ്ക് ഷെയ്ഡ് എടുക്കാം. റെഡ് എടുക്കണമെന്നാണ് വിചാരിച്ചത്, പിന്നെ റെഡ് കളർ ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ അടുത്ത് പേസ്റ്റൽ കളേഴ്സ് ആയതുകൊണ്ടും പിങ്കാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കീറി പറിച്ചെടുത്ത ഭാഗത്ത് കാണാൻ വേണ്ടിയിട്ട് ഇതാ ഈ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞ് ഓക്കെ ആണെന്നൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് പേപ്പർ കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടി ഒട്ടിച്ചാലാണ് നമ്മൾ വിചാരിച്ച ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ നന്നായി പശയൊക്കെ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം റെഡി. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കി കൊടുക്കാം. സ്റ്റിക്കേഴ്സ് എടുത്തപ്പോഴാണ് ഇത് എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊന്നും വലിയ ഐഡിയ ഇല്ല. എന്നാലും തോന്നിയ പോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ടോപ്പ് കമൻറ്റർ അത് മറക്കണ്ട. ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആളാണ് നമ്മൾ ബെസ്റ്റ് സപ്പോർട്ടറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കമൻറ്റിൻ്റെ കാര്യത്തിലും പിശുക്ക് വേണ്ട. പിന്നെ ലൈക്ക് അതും ഒട്ടും കുറയ്ക്കണ്ട. അപ്പോൾ അതാ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഴുതാനുള്ള പരിപാടികൾ നോക്കാം. ഒരുപാട് എഴുതുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ എഴുതാന്നേ. എഴുതി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇനിയും സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ടേ.
അപ്പോൾ അതാ നമ്മൾ ജസ്റ്റ് ഈ ഒരു ജാറ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്വീറ്റ് മെലൺ എഴുതിയിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് പേജിലേക്ക് നോക്കാം. നമ്മൾ ആ പേജിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ബോർഡേഴ്സ് കൊടുക്കുന്നത്. പാറ്റേൺ പേപ്പേഴ്സ് കീറി പറിച്ച് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ഇത് കീറി പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടാണ് ഇഷ്ടമെന്നും അടുത്തത് ഏത് ഫ്രൂട്ടാണ് ചെയ്യേണ്ടതെന്നും കമൻറ്റ് ചെയ്യാം. നമ്മൾ ചെയ്ത രണ്ട് ഫ്രൂട്ട്സും ഏകദേശം ഒരേ കളർ കോമ്പിനേഷനാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കളറിലൊക്കെ വരുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക. അതല്ലേ ഒരു രസം. കളേഴ്സ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ ഇതാ രണ്ട് ബോർഡേഴ്സും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ. ഈ ഒരു വാട്ടർമെലൺ ഹൗസ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീട് മാത്രം ഉണ്ടായാൽ പോരല്ലോ, അതിനൊരു ഓണർ കൂടി വേണ്ടേ. അപ്പോൾ അതാ ആ ഓണർ നമ്മൾ ഇവിടെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടർമെലൺ പീസസ് ഒട്ടിച്ചെടുക്കാം. ഇതൊട്ടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വാട്ടർമെലൺ കഴിക്കാൻ തോന്നിയിരുന്നു കേട്ടോ. ഇനി 2-3 സ്റ്റിക്കർ കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. ഒരുപാട് വൈറ്റ് കളർ അങ്ങനെ പേജിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചുകൂടി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ലെവലാക്കുന്നത്. അങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാക്കിയുള്ള സ്പേസിൽ എഴുതി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ചാനൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.